ഇതാണ് ഈ ഇടത് സൈഡിലുള്ള ലിവറാണ്. ഇതിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് ഇതിടുമ്പോഴാണ്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ച് ഇരിക്കുന്നതും ഇതിനകത്താണ്. ഈ ക്രൂയിസ് കൺട്രോൾ 3 പൊസിഷൻ ഉണ്ട്. ഇതാണ് ഓഫ് പൊസിഷൻ. ഇവിടുന്ന് ഇങ്ങോട്ട് പതുക്കെ ഞെക്കിയാൽ ഓൺ പൊസിഷനിൽ വീഴും. ഈ ഓൺ പൊസിഷനിൽ നിന്ന് നമ്മൾ സാധാരണ എയർ കയറ്റാൻ നേരത്തൊക്കെ 1000 RPM ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റെസ്യൂം ബട്ടൺ ഇങ്ങനെ ഒന്ന് ഞെക്കി വിട്ടാൽ മതി. അങ്ങനെ ഞെക്കി വിടുമ്പോൾ 1000 RPM വരും. തിരിച്ച് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പതുക്കെ ഒന്ന് തിരിച്ചിങ്ങനെ ഞെക്കുകയോ അല്ലെങ്കിൽ ബ്രേക്ക് പെഡലിൽ കാലമർത്തുകയോ ചെയ്താൽ മതി. ഈ കാണുന്ന സ്വിച്ചുകൾ, ഇതിൽ ഒന്നാമത്തെ സ്വിച്ച് ഡ്രൈവറുടെ മുകളിലത്തെ ലൈറ്റ് അത് കത്തുന്നതാണ്. ഇത് END സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ പാട്ട് വർക്ക് ചെയ്യുന്ന ഓഡിയോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത് മുകളിലത്തെ റൂട്ട് ബോർഡ് വർക്ക് ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് പുറകിലത്തെ ടോപ്പിലുള്ള ട്യൂബ് ലൈറ്റുകളുടെ സ്വിച്ചാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ച് ട്യൂബ് ലൈറ്റുകളുടെ സ്വിച്ചിന് ഇപ്പുറത്ത് കാണുന്ന ITS എന്ന് എഴുതിയിരിക്കുന്ന സ്വിച്ച്, ഇത് ഓൺ ചെയ്താൽ നമ്മുടെ ഡിസ്പ്ലേ ബോർഡ് വർക്ക് ചെയ്യിക്കുന്നതിൻ്റെയും ക്യാമറയുടെ മോണിറ്ററും ഓൺ ആകുന്നതാണ്. ഈ സ്വിച്ചും അഡീഷണൽ സ്വിച്ചായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ, അതിനകത്ത് കണക്ഷനൊന്നുമില്ല. ഇത് നമ്മുടെ ബ്ലോവറുകൾ വർക്ക് ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് പലതും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമ്മൾ സാധാരണ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതൊന്നും വർക്കിംഗ് അല്ല. ഇതാണ് എസ്കേപ്പ് ബട്ടൺ, ഇത് എൻ്റർ ബട്ടൺ, ഇത് താഴോട്ടും മുകളിലേക്കും സ്ക്രോൾ ചെയ്യാനുള്ള ബട്ടൺ. അപ്പോൾ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കുന്നതിന് ഈ നടുക്ക് നിൽക്കുന്ന ബട്ടൺ ഇതുപോലെ ഇങ്ങനെ ഞെക്കിയാൽ മതി. തിരിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് ഈ എസ്കേപ്പ് ബട്ടൺ ഇങ്ങനെ ഞെക്കിയാൽ മതി. താഴോട്ടും മുകളിലോട്ടും സ്ക്രോൾ ചെയ്യുന്നതിന് ഇതുപോലെ ചെയ്താൽ മതി. വലതുഭാഗത്തെ കാണുന്ന സ്വിച്ചുകളും പാനലുകളും ഒക്കെയാണ്. ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. ഇത് റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നത്. ഈ കാണുന്ന സ്വിച്ച്, ഈ കാണുന്ന സ്വിച്ചാണ് ബസ് ഹോൾഡ് സ്വിച്ച് എന്ന് പറഞ്ഞ സ്വിച്ച്. ഇത് ഓണാക്കി ഇട്ടതിന് ശേഷം ഇത് ഓണാക്കിയിട്ട് ആണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ എപ്പോൾ നമ്മൾ ഡോറ് തുറക്കുന്നു അപ്പോൾ വണ്ടി ബ്രേക്കായി പോകും. ഡോറ് തുറന്നു കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി ബ്രേക്കിൽ നിന്ന് കാലെടുത്താലോ ആക്സിലേറ്റർ കൊടുത്താലോ നീങ്ങില്ല. അത് വീണ്ടും നീങ്ങണമെങ്കിൽ ഡോർ അടച്ചതിന് ശേഷം 1 സെക്കൻഡ് കഴിഞ്ഞ് ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ പതുക്കെ വച്ചാൽ മാത്രമേ ആ ബ്രേക്ക് റിലീസാകുള്ളൂ. ഇതാണ് ബസ് ഹോൾഡ്. ഇത് നമ്മുടെ ഡോറ്, ഫ്രണ്ട് ഡോറ് തുറക്കുന്ന സ്വിച്ചാണ്. ഇത് ഞെക്കിയാൽ ഫ്രണ്ട് ഡോർ തുറക്കും, ഇത് ഞെക്കിയാൽ അടയും. അതുപോലെ തന്നെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് പച്ചയും ഈ റെഡ് ക്ലോസ് ചെയ്യുന്നതിനും. ഈ കാണുന്ന സ്വിച്ച് ഡോറ് റീസെറ്റ് ചെയ്യുന്നതിനാണ്. ചില സമയങ്ങളിൽ എയറൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ ഡോറ് മാനുവലായിട്ട് ഞെക്കി തുറന്നു കഴിയുമ്പോൾ ഈ സ്വിച്ച് വെച്ച് റീസെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് റീസെറ്റ് ചെയ്യണത് ഇതിനകത്ത് ഒരു ചുമന്ന ലൈറ്റ് തെളിഞ്ഞു കിടക്കും. ആ സമയത്ത് ഇങ്ങനെ ഒന്ന് ഞെക്കി വിട്ടാൽ, വെറുതെ ഒന്ന് ഞെക്കി വിട്ടാൽ ഈ സ്വിച്ച് റീസെറ്റ് ചെയ്യും, ഡോറ് റീസെറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ചുകൾ ഇതാണ് ബാറ്ററി തുറന്നു കഴിയുമ്പോൾ ബാറ്ററി കട്ട് ഓഫ് ഇരിക്കുന്നത് കാണാം. ഇതിങ്ങനെ തുറന്ന് ഇത് ലിവറിട്ട് തുറക്കണം. തുറന്നതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ ഇരിക്കുന്ന സ്വിച്ചാണ്. കണ്ടോ, ആ വട്ടം ഇരിക്കുന്ന സ്വിച്ച്, അതാണ് വട്ടം ഇരിക്കുന്ന സ്വിച്ചാണ് ബാറ്ററി. ഇപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് കിഴുമേൽ വരുമ്പോഴാണ് ഇത് ഓണാകുന്നത്. ഇത് ഓണാക്കി വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഇടതുഭാഗത്ത്, നമ്മുടെ ഇടത് കൈ ഭാഗത്തുള്ള സ്വിച്ചുകളാണ്. ഈ സ്വിച്ചിൽ ഈ കാണുന്നതാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. ഇത് ഓൺ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ നമ്മുടെ 4 ഹെഡ്ലൈറ്റുകളും ഓണായിട്ടുണ്ട്. ഈ 4 ഹെഡ്ലൈറ്റുകളും ഓണാക്കിയിട്ട് ഡിമ്മും ബ്രൈറ്റ് അടിക്കണമെങ്കിൽ നമ്മൾ കണ്ട ഈ ഇൻഡിക്കേറ്റർ ലിവർ ഇങ്ങനെ മുകളിലേക്കൊന്ന് ഞെക്കി വിട്ടാൽ മതി. ഇങ്ങനെ വെറുതെ ഞെക്കി വിടുമ്പോൾ ഇത് ഡിമ്മും ബ്രൈറ്റ് ആകും. തിരിച്ച് ഇത് ഓഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ബാറ്ററിയുടെ പടമുള്ള സ്വിച്ചാണ് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്. നമ്മൾ സാധാരണ വണ്ടി ഓഫ് ചെയ്ത് പാർക്ക് ചെയ്ത് പോരുമ്പോൾ ഈ സ്വിച്ച് ഇതുപോലെ ഇങ്ങനെ ഓഫ് ചെയ്തിടാറുണ്ട്. നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇത് ഓൺ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒച്ച കേൾക്കും. അപ്പോൾ അത് ഓണായി. ഇത് റിട്ടാർഡർ സ്വിച്ച്.
ഈ സ്വിച്ച് എപ്പോഴും ഓണാക്കിയിട്ടുകൊണ്ട് വേണം ഓടിക്കാൻ. ഇത് മുൻപോട്ട് താഴ്ത്തിയിടുമ്പോഴാണ് ഇത് ഓണായി നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച്. ഈ സ്വിച്ചാണ് നമ്മൾ ഹമ്പിൽ, അതുപോലെ നമ്മുടെ നല്ല ഡിപ്പ്, നല്ല കുഴി അതുപോലുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങാൻ നേരത്ത് ഈ സ്വിച്ച് മുൻപോട്ട് ഇടുമ്പോൾ വണ്ടി ഹൈറ്റ് ആകും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചാണിത്. അതിനുശേഷം ആ കുഴി നമ്മൾ കയറി ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി ലെവലിലായി മുമ്പോട്ട് പോയി എന്ന് ഉത്തമ ബോധ്യമുള്ളപ്പോൾ ഇത് നടുക്കത്തെ പൊസിഷനിലേക്ക് ഇതുപോലെ ഇടും. അതിനുശേഷം നമുക്ക് എപ്പോഴെങ്കിലും പ്രായമുള്ള ആളുകളൊക്കെ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാല് പൊക്കി കയറാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ താത്തിയിടാം. നോർമൽ കണ്ടീഷനിൽ ഈ കണ്ടീഷനിൽ സാധാരണ നടുക്കത്തെ പൊസിഷനിലാണ് ഇടേണ്ടത്. ഇത് ഓട്ടത്തിൽ 30 കിലോമീറ്ററിന് താഴെ 25 കിലോമീറ്റർ സ്പീഡായാൽ മാത്രമേ ഈ സ്വിച്ച് ഇട്ടാൽ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് പൊക്കിയിട്ടുകൊണ്ട് ഓടിക്കുമ്പോൾ 30 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ വണ്ടി സ്പീഡാകത്തുമില്ല. അടുത്തത് നീലിംഗ് സ്വിച്ച്. വണ്ടി ഒരു സൈഡിലേക്ക് ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണിത്. അത് സാധാരണ വീൽ ചെയർ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സ്വിച്ച് ഈ താഴത്തെ പോർഷൻ ഇങ്ങനെ ഞെക്കി ഒന്ന് പിടിച്ചിട്ട് വിട്ട് കഴിയുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ചരിയും. അതിനുശേഷം തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരുത്തുന്നതിന് ഈ മോൾ ഭാഗത്തൊന്ന് ഇങ്ങനെ ഞെക്കി വിടണം. ഈ മുമ്പിൽ കാണുന്ന ബസ്സിൻ്റെ പടമുള്ള ഒരു ബസ് കയറ്റത്ത് നിൽക്കുന്നതായിട്ടുള്ള പടമുള്ള സ്വിച്ചാണ് ഹിൽ ഹോൾഡ് സ്വിച്ച്. കയറ്റത്ത് നിൽക്കുമ്പോൾ വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ചാണ്. ബ്രേക്ക് ചവിട്ടി ഈ ഇരിക്കുന്ന സമയത്ത് വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൻ്റെ മുൻഭാഗത്ത് ഇതുപോലെ ഒന്ന് ഞെക്കി വിടുക. ഞെക്കി വിട്ട് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡാഷ് ബോർഡിൽ ബസ്സിൻ്റെ ഒരു കയറ്റം കയറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു പടം കാണിക്കും. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് 2 സെക്കൻഡ് കഴിയുമ്പോഴേ ബ്രേക്ക് റിലീസ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കാല് ആക്സിലേറ്റർ ചെല്ലും, വണ്ടി മുമ്പോട്ട് പോകും. അത് കഴിഞ്ഞാൽ ഉടൻ ഈ സ്വിച്ചിൽ വീണ്ടും ഇതുപോലെ ഞെക്കി അത് ഡിസ്കണക്റ്റ് ആക്കണം. ഇതാണ് ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച്. ഇത് സാധാരണ ചെളി അതുപോലുള്ള കാര്യങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് വണ്ടി കയറി പോരാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത സമയത്ത് ഇതും ഓണാക്കുന്നത് ഇതുപോലെ ഞെക്കിയാണ്. ഇതുപോലെ ഞെക്കിയ ഇത് ഓണായി, ഇത് വീണ്ടും ഞെക്കി വിട്ടാൽ ഇത് ഓഫായി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. DNR ഇതാണ് നമ്മുടെ ഗിയർ. ഈ ഗിയറിൽ D ഇട്ടാൽ ഡ്രൈവ്, R ഇട്ടാൽ റിവേഴ്സ്, N ഇട്ടാൽ ന്യൂട്രൽ. ഇതിൽ ഡ്രൈവിൽ നിന്ന് ന്യൂട്രലിൽ പോരാതെ ഒരു കാരണവശാലും റിവേഴ്സിലേക്ക് വരില്ല. റിവേഴ്സിൽ കിടക്കുന്ന വണ്ടി ന്യൂട്രൽ വരാതെ ഒരു കാരണവശാലും ഡ്രൈവിലേക്കും വരില്ല. ഇതെല്ലാം ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം മാത്രം ഇട്ടാലേ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ IT എന്ന് പറയുന്ന റൈറ്റ് സൈഡിലെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ ഇതുപോലെ ആദ്യം മോണിറ്റർ ഓൺ ആകും. ആ ഓൺ ആയതിനു ശേഷം ഇതുപോലെ കാണിക്കും. ഇത് കുറച്ച് സമയം എടുക്കും. നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ടായി വരുന്ന പോലെ ഇത്തിരി സമയം എടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ചെറിയ ഇവിടെ എംബ്ലമൊക്കെ കാണാം. ഇതുപോലെ വന്നു കഴിയുമ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യിക്കണമെങ്കിൽ സെക്യൂരിറ്റി ക്യാമറ ഇതിലിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ടാൽ മതി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അകത്തെ ക്യാമറ, ഇത് റിവേഴ്സ് ക്യാമറ. അതിനുശേഷം ഇത് ഫ്രണ്ടിലേക്കുള്ള നമ്മൾ കാണുന്ന പോർഷനാണ്. ക്യാമറ തിരിഞ്ഞിരിക്കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടിയുടെ സെൻറ്ററിലെ ഡോറിൻ്റെ അവിടുത്തെ ക്യാമറ. ഈ ക്യാമറ വലുതാക്കി കാണണമെങ്കിൽ നമ്മൾ അതിൽ ഇങ്ങനെ തൊട്ടാൽ മതി. ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ തൊട്ടാൽ അത് വലുതായി കാണും. ഇതാണ് റിവേഴ്സ്. അതൊക്കെ പൊടി പിടിച്ച് അഴുക്കിരിക്കണോണ്ട് അങ്ങനെ ഇരിക്കണേ. ഇനി ഇതിൽ നിന്നും ഈ വീടിൻ്റെ പടമുള്ളതിൽ ഇതിങ്ങനെ തൊടുക. ഈ വീടിൻ്റെ പടത്തിൽ ഇതുപോലെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകും. ആകുന്ന സമയത്ത് റൂട്ട്സ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. നമ്മുടെ റൂട്ട് ബോർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ബോർഡ് വരും. ഈ റൂട്ട് ബോർഡ് കോഴിക്കോട് EKM കണ്ടോ, ഇങ്ങനെ ഇവിടെ തൊട്ടാൽ EKM ആവും. അതിൽ ആദ്യമേ തന്നെ ക്യാൻസൽ റൂട്ട് കൊടുക്കണം. ഈ ക്യാൻസൽ റൂട്ട് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് റൂട്ട് ബോർഡ് കിട്ടുന്നത്. ആ റൂട്ട് ബോർഡ് സെറ്റ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം.
നമ്മൾ ആ വല സൈഡിലിരിക്കുന്ന റൂട്ട് ബോർഡ് എന്ന സ്വിച്ച് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുകളിലത്തെ ഇവിടുത്തെ പോർഷനിൽ ആ പുറത്തായിട്ട് ഡിസ്പ്ലേ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ കാണുക ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ ക്യാൻസൽ റൂട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇത് വേണ്ട, റൂട്ട് ക്യാൻസൽ ചെയ്യണമോ നിങ്ങൾ ഉറപ്പാണോ ചോദിച്ചേ. അപ്പോൾ വീണ്ടും യെസ് അടിക്കുക. യെസ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് കാണാം റൂട്ട് ക്യാൻസലായി വരുന്നത്. ക്യാൻസലായി വന്നു. ഇനി ഈ റൂട്ടുകളിൽ നമുക്ക് മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്യാനുള്ള ചിഹ്നമുണ്ട്. അതിലൊന്ന് തൊടുക. തൊടുമ്പോൾ ആ പച്ച പോർഷൻ മാറി 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 വരും. കണ്ട, കോഴിക്കോട് EKM, കോഴിക്കോട് പാലക്കാട് ഇങ്ങനെയെല്ലാം വരും. ഇപ്പോൾ കോഴിക്കോട്, ഇപ്പോൾ നമുക്ക് എറണാകുളത്തിനാണ് പോകേണ്ടതെങ്കിൽ ഇതുപോലെ എറണാകുളം തൊടുക. ഇങ്ങനെ തൊടുക. അപ്പോൾ കോഴിക്കോട് എറണാകുളം നമുക്ക് ഓപ്പണായി കിട്ടും. ഇനി നമുക്ക് പിന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് ഇത് പോയിട്ട് കേട്ടോ ഇങ്ങനെ കിട്ടും. നമുക്ക് ഇതിനകത്ത് റൂട്ട് ബോർഡ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ആരോയിൽ ഞെക്കിക്കഴിഞ്ഞാൽ താഴോട്ട് വരും. കോഴിക്കോട് എറണാകുളം ഇപ്പോൾ കിടക്കുന്നത്. വീണ്ടും താഴോട്ട് പോകുമ്പം എയർപോർട്ട്, കാലടി, അങ്ങനെ ഓരോന്നും വരുന്നു. പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ ഓരോ സാധനവും നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് സാധാരണ ഇത് കോഴിക്കോടേക്ക് പോകണ വണ്ടിയാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. എറണാകുളം, കോഴിക്കോട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകണതായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഈ ബോർഡ് അവിടെ തെളിഞ്ഞു